ഇടുക്കി. തൃശൂരിൽ പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മൈലാഞ്ചി മൊഞ്ച് എന്ന പേരിൽ മെഹന്തി മത്സരം സംഘടിപ്പിച്ചു. പരിപാടി PTA പ്രസിഡന്റ് അഫ്സൽ പാടൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മുക്കാട്ടുകര കരുണം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആർത്തവ ശുചിത്വ ബോധവൽക്കരണവും സൗജന്യ മെൻസ്ട്രൽ കപ്പ് വിതരണവും നടത്തി. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വടുതലയിൽ 10 അടിയോളം നീളം വരുന്ന കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി. വട്ടംപാടം സ്വദേശി കുഞ്ഞിമരക്കാരുടെ വീട്ടിലായിരുന്നു സംഭവം. വനം വകുപ്പ് റെസ്ക്യൂ വാച്ചർ അഷ്റഫിന്റെ നേതൃത്വത്തിലായിരുന്നു മലമ്പാമ്പിനെ പിടികൂടിയത്. തൃശൂർ ബദനി സ്കൂളിന് സമീപം ബസ്സും ലോറികളും കൂട്ടിയിടിച്ച് അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇടിയുടെ ആഘാതത്തിൽ 3 വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കോഴിക്കോട് കണ്ണിപ്പറമ്പ് റോഡിൽ മരം പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി. മരം വീഴുന്നത് കണ്ട് വാഹനങ്ങൾ നിർത്തിയത് വൻ അപകടം ഒഴിവാക്കി. തൃശൂർ അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റും പൊതുപ്രവർത്തകനുമായിരുന്ന CV സിദ്ധാർത്ഥന്റെ സ്മരണാർത്ഥം വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. ഞായറാഴ്ച വൈകിട്ട് നടക്കുന്ന പുരസ്കാര വിതരണം മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ TV മദനമോഹനൻ ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം 1200-ാം ആണ്ടിലെ പഞ്ചാംഗം പ്രകാശനം ചെയ്തു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ക്ഷേത്രം തന്ത്രി PC ദിനേശൻ നമ്പൂതിരിപ്പാടിന് പഞ്ചാംഗം നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കേന്ദ്രമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ക്ഷേത്രത്തിലെത്തിയ മന്ത്രിക്ക് ദേവസ്വം ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ CR രാധാകൃഷ്ണന്റെ 80ാം പിറന്നാൾ ആഘോഷിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ നടന്ന ചടങ്ങ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഓട്ടോ ഡ്രൈവർ സ്റ്റേഷനിൽ വെച്ച് കുഴഞ്ഞു വീണു മരിച്ചു. കണ്ണൂർ ചിറക്കൽ സ്വദേശി സൂരജാണ് മരിച്ചത്. വീട്ടിൽ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രിയാണ് പള്ളിക്കുന്നിൽ നിന്ന് ഓട്ടോ ഡ്രൈവർ സൂരജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നിശാഗന്ധി പൂക്കൾ കണ്ണൂരിൽ വിരിഞ്ഞു. പയ്യന്നൂർ മാവിച്ചേരി സ്വദേശി സനോജിന്റെ വീട്ടിലാണ് നിശാഗന്ധി പൂക്കൾ ഒന്നിച്ചു പൂവിട്ടത്. തിരുവനന്തപുരം അഞ്ചുതെങ്ങിൻമൂടിനു സമീപം അമിത വേഗതയിലെത്തിയ ബൈക്ക് വയോധികനെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ വയോധികനും ബൈക്ക് യാത്രക്കാരനും ഗുരുതര പരിക്ക്. ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഡൽഹി വസന്ത് വിഹാറിൽ തീപിടുത്തം. ബ്ലോക്ക് C മാർക്കറ്റിലെ 5 കടകൾ കത്തിനശിച്ചു. അഗ്നിശമന സേനയെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായമോ പരിക്കോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. G7 ഉച്ചകോടിയിൽ ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി സെൽഫിയെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉച്ചകോടിയിൽ പ്രത്യേക ക്ഷണിതാവായ മോദി ഡൽഹിയിൽ തിരിച്ചെത്തി. AITUC മുഖ്യമന്ത്രിക്ക് ഭീമഹർജി നൽകുന്നതിന്റെ ഭാഗമായി പറവൂർ മാർക്കറ്റിൽ നടന്ന ഒപ്പുശേഖരണം CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. പെരിയാറിനെ സംരക്ഷിക്കുക, മത്സ്യത്തൊഴിലാളികൾക്ക് സാമ്പത്തിക സഹായം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഭീമഹർജി നൽകുന്നത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മരം കയറ്റി വന്ന ലോറി മറിഞ്ഞു. അപകടത്തിൽ ക്ലീനർക്കു പരിക്ക്. എതിരെ വന്ന കാറിനെ രക്ഷപ്പെടുത്താനായി വെട്ടിച്ചപ്പോൾ ലോറി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഗുജറാത്തിലെ അമറേലിയിൽ കുഴൽക്കിണറിൽ വീണ് 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. 50 അടി താഴ്ചയിലുള്ള കുഴൽക്കിണറിൽ വീണ് 17 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ പുറത്തെടുത്തത്.